എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. വിഷമത്തിലൊക്കെ ഇരിക്കുന്നവരൊരു കാര്യം ഓർക്കുക, നിങ്ങളുടെ സമയവും ഒരിക്കൽ തീർച്ചയായിട്ടും വന്നു ചേരുന്നതാണ്. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊള്ളുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഒക്കെ ഒരിക്കൽ ഫലം ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട, കേട്ടല്ലോ. നിരവധി ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ മെസ്സേജുകളായിട്ടൊക്കെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്നതിനായിട്ട് വേണ്ടിയിട്ട് അയക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ആഴം ഞാൻ തീർച്ചയായിട്ടും ഉൾക്കൊള്ളുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എൻ്റെ പ്രശ്നങ്ങളായി ഉൾക്കൊള്ളുകൊണ്ട് എപ്പോഴും എൻ്റെ പ്രാർത്ഥനകളുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതായി അറിയിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങളും നിരവധി ലഭിക്കുന്നുണ്ട്. അത് വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് അശ്വതി നക്ഷത്രക്കാർക്ക് 2026 ജൂൺ മാസം നൽകുന്ന ഫലങ്ങളെക്കുറിച്ച് ഒന്ന് നോക്കാം. ഈ അശ്വതി നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ടല്ലോ, ഒരു വേഗതയുടെയും സൗഖ്യത്തിൻ്റെയൊക്കെ ഒരു നക്ഷത്രമായിട്ടാണ് അത് പറയപ്പെടുന്നത്. അതായത് നമുക്ക് ഈ വരുന്ന ജൂൺ മാസം 2026 ജൂൺ മാസം ഈ അശ്വതി നക്ഷത്രക്കാരെ ഒരു ഗതി മാറ്റങ്ങളുടെ ഒരു സമയമാണെന്ന് പറയാം. അതായത് അവരുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു മാസമാണ്. നിങ്ങൾ രാശിചക്രത്തിലെ ആദ്യത്തെ നക്ഷത്രമാണ്. അതായത് കുതിരയുടെ തലയാണ് അതിൻ്റെ അടയാളം, അത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ആദ്യ സ്ഫുരണവും ഏതൊരു കാര്യത്തിനും തുടക്കമിടാനുള്ള ഒരു കരുത്തും ഒക്കെയാണ് ഈ നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ നക്ഷത്രത്തിലുള്ള ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, അവർ വളരെ നല്ല ഒരു എൻ്റർപ്രനേഴ്സ് ആയിരിക്കും. എപ്പോഴും എന്തെങ്കിലുമൊക്കെ തുടക്കമിടാനും ഒക്കെ അവർക്കൊരു പ്രത്യേകമായിട്ടുള്ള പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുക, അല്ലെങ്കിൽ അതുപോലത്തെയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുക, എന്തെങ്കിലും കാര്യങ്ങൾക്ക് എന്തെങ്കിലും പുതിയ രീതികൾക്ക് തുടക്കമിടുക, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾക്ക് ഇവർക്ക് വളരെ വലിയൊരു സാമർഥ്യം ഇവർക്ക് ജന്മനാന തന്നെ ഉള്ളതായിട്ട്, അതൊരു വളരെ ചെറുപ്പത്തിൽ തന്നെ അവർ ആ നേതൃപാഠവും പോലുള്ള കാര്യങ്ങൾ അവർ പ്രകടിപ്പിക്കുന്നതായിട്ട് നിങ്ങൾക്ക് സ്വന്തമായ അഭിപ്രായങ്ങളൊക്കെ അവർക്കുള്ളതായിട്ടുമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ ആരെങ്കിലും ബന്ധുക്കളോ അല്ലെങ്കിൽ പരിചയക്കാരോ നിങ്ങളുടെ കുട്ടികളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ജൂൺ മാസത്തിൽ നിങ്ങളുടെ നക്ഷത്രാധിപനായ കേതുവിൻ്റെയും രാശ്യാധിപനായ ചൊവ്വയുടെയും സ്വാധീനം നിങ്ങൾക്ക് വലിയൊരു ഊർജവും അതോടൊപ്പം തന്നെ ഒരു വലിയ അവബോധവും ഒക്കെ നൽകും. എന്ന് വെച്ചാൽ ഒരു കുതിരയെപ്പോലെ മുന്നോട്ട് കുതിക്കാൻ നിങ്ങൾ വെമ്പും, അതാണ് സംഭവം. പക്ഷേ ആ കുതിരയെപ്പോലെ മുന്നോട്ട് കുതിക്കുമ്പോൾ നിങ്ങളൊരു വേഗതയോടൊപ്പം തന്നെ ഒരു കൃത്യമായൊരു ദിശാബോധം നിങ്ങൾക്കുണ്ടാവേണ്ടത് ആവശ്യമാണ്, അല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് വേഗത അതിന് ആവശ്യമുണ്ട്, പക്ഷേ അതോടൊപ്പം ആ ദിശാബോധം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതുകൊണ്ട് പ്രയോജനമില്ലാതെ പോകും. അപ്പോൾ അത് നിങ്ങളെപ്പോഴും ഈ ജൂൺ മാസത്തിൽ നിങ്ങൾ വളരെയധികമായിട്ട് നിങ്ങളുടെ മനസ്സിൽ വയ്ക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ആ ഒരു ദിശാബോധം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അത് നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങളെ വച്ചോളുക. ഇനി നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട്, അതായത് നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ മാസം നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരു തിരിവിൻ്റെ ഒരു കാലഘട്ടമാണ്. ജൂൺ പകുതിയോട് പുതിയ ഉത്തരവാദിത്തങ്ങളും പ്രോജക്റ്റുകളും ഒക്കെ നിങ്ങളെ തേടിയെത്തും. പ്രശ്നങ്ങളെ മുൻകൂട്ടി കണ്ട് പരിഹരിക്കാനുള്ള നിങ്ങളുടെ കഴിവ് ഏറെ പ്രശംസിക്കപ്പെടും. അതാണ് ഈ മാസം ഒരു വലിയൊരു പ്രത്യേകത. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസിലാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ ആണെങ്കിലും പ്രശ്നങ്ങളെ മുൻകൂട്ടി കണ്ട് പരിഹരിക്കാനുള്ള ഒരു പ്രത്യേകമായൊരു കഴിവ് നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസിലൊക്കെ ഔദ്യോഗിക രംഗത്തൊക്കെ നിങ്ങളത് വളരെയധികം പ്രശംസിക്കപ്പെടുവാനുള്ള ഒരു സാധ്യത കാണപ്പെടുന്നുണ്ട്. ഈ നിങ്ങൾക്ക് എല്ലാം ബ്രൂസ് ലീ അറിയാമല്ലോ, അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളുണ്ട്. അദ്ദേഹം അശ്വതി നക്ഷത്രക്കാരനായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, വെള്ളത്തെ പോലെ ആവുക, ബി ലൈക്ക് വാട്ടർ. സാഹചര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾ മാറുവാൻ തയ്യാറാവുക, പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പേ അവയെ തിരിച്ചറിയുക. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് തുല്യമായിട്ടുള്ള ഒരു ആക്ടർ പിന്നീട് ഉണ്ടായിട്ടില്ലെന്ന് വേണേൽ പറയാം, അല്ലേ? ഒരുപാട് ഫിലിം ആക്ടേഴ്സ് അദ്ദേഹം ചെയ്യുന്ന പോലത്തെയൊക്കെ ചെയ്യുമെങ്കിലും അദ്ദേഹത്തിന് തുല്യമായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നവരെയും പിന്നീട് നമ്മുടെ സിനിമാ രംഗത്ത് വന്നിട്ടില്ലെന്ന് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ഒരു പ്രത്യേകതയായിരുന്നു. പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യകളൊന്നും വികസിക്കാത്ത ആ കാലഘട്ടത്തിൽ യാതൊരു വിധത്തിലുള്ള സാങ്കേതിക സഹായങ്ങളുടെയൊക്കെ വളരെ കുറവുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ മെയ്വഴക്കത്തിൻ്റെയും അതിൻ്റെയും അത്ര അടിസ്ഥാനത്തിൽ ഉദ്വേഗജനകമായ രംഗങ്ങളിൽ അവതരിപ്പിക്കാൻ, തന്മയത്വത്തോടുകൂടി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ച അദ്ദേഹത്തിൻ്റെ ആ പ്രത്യേക കഴിവുകൊണ്ടാണ്. അപ്പോൾ അത് മാത്രമല്ല, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിലോ നിങ്ങളൊരു ജോലിയിലിരിക്കുന്ന ആളാണെങ്കിലോ
എന്താണെങ്കിലും നിങ്ങൾ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിലോ ഒക്കെ ഈ കാര്യങ്ങളെ മുൻകൂട്ടി കാണാനുള്ള ഒരു ജന്മസിദ്ധമായ കഴിവ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മളൊരു വ്യാപാരം ചെയ്യുമ്പോൾ നമ്മളിന്ന് കാണാം, നമ്മൾ ധാരാളം ആളുകൾ വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും ചിലർക്ക് സക്സസ് ഉണ്ടാവുന്നില്ല, പക്ഷേ ചിലർക്ക് നല്ല രീതിയിൽ സക്സസ് ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നു അത് എന്തോ ഒരു കുഴപ്പം കൊണ്ടാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, വ്യാപാരത്തിലാണെങ്കിലും ഒക്കെ ഏറ്റവും കൂടുതൽ വിജയിക്കുന്നത് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യാപാരം ചെയ്യുമ്പോൾ ഇന്ന ഇന്ന ബിസിനസ്സിന് ഇന്ന രീതിയിലുള്ള ഒരു പൊട്ടൻഷ്യൽ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് അവർ തിരിച്ചറിയുമ്പോഴാണ് അവർക്കത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് അല്ലേ. അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് എന്തെങ്കിലും ഒരു സ്ഥാപനം അങ്ങോട്ട് തുടങ്ങുന്നു അല്ലേ. അങ്ങനെയൊക്കെ തുടങ്ങുന്ന ആളുകൾക്ക് പലപ്പോഴും പരാജയം ഉണ്ടാകുന്നതായിട്ട് കാണുന്നത്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കായ പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ അടുത്ത് ഞാൻ ഒരുപാട് പേരെ എനിക്ക് അറിയാം അങ്ങനത്തെ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസമൊക്കെ കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ലോണൊക്കെ എടുത്ത് എന്തെങ്കിലും വസ്തുവൊക്കെ പണയം വെച്ച് 3-4 പേര് ചേർന്ന് ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് അതിനെപ്പറ്റി വ്യക്തമായി പഠിക്കാതെയും മറ്റുമൊക്കെ വ്യാപാരങ്ങൾ തുടങ്ങി അവർക്ക് നഷ്ടം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് വ്യാപാരം തുടങ്ങുവാണെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായി പഠിച്ചതിന് ശേഷം മാത്രം, ആ രംഗത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ്. ഞാൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത്, ഇത്തരം വ്യാപാരം തുടങ്ങുവാൻ നിങ്ങൾ ആരംഭിക്കുമ്പോൾ അത് തുടങ്ങി കൊടുത്തുകൊണ്ട് ലാഭം ഉണ്ടാക്കുന്ന ചില കമ്പനികളുണ്ട്. അവർ നിങ്ങളെ വന്ന് പ്രലോഭിപ്പിക്കും അത് വലിയ ലാഭമായതായതാന്നുള്ള, എന്നിട്ട് അവരുടെ ചിലപ്പം വളരെ വില കൂടിയ മെഷീനറികളൊക്കെ നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് അറിയാതെ വന്നാൽ എന്ത് സംഭവിക്കും, നിങ്ങളുടെ പണം പോകാൻ സാധ്യതയില്ലേ. അപ്പം അതിപ്പം ഒരുപാട് പേര് എന്നോട് ഒന്ന് പറഞ്ഞിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ, അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ചെറുപ്പക്കാരുടെ അറിവിലേക്കായിട്ടാണ്, അതുപോലെ രക്ഷകർത്താക്കളുടെയൊക്കെ അറിവിലേക്കായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ആ കാര്യം. അപ്പോൾ അത് ശ്രദ്ധിച്ചു പോവുക. അതുപോലെ തന്നെ നിങ്ങളൊരു ഭൂമി വാങ്ങുമ്പോൾ ഇന്ന സ്ഥലത്ത് വാങ്ങിയാൽ അതൊരു 10 കൊല്ലം കഴിയുമ്പോൾ അവിടെ വില വരും, അല്ലെങ്കിൽ അവിടെ ഒരു ഹൈവേ വരും, അല്ലെങ്കിൽ അതൊക്കെ മുൻകൂട്ടി കാണാം. അല്ലെങ്കിൽ ഇന്ന ഓഹരിയിൽ നിക്ഷേപിക്കുമ്പോൾ ഇന്ന ഓഹരി നിക്ഷേപിച്ചാൽ അത് വളരാൻ സാധ്യതയുണ്ട് അല്ലേ. അതൊരു എന്താ പറയുകയെന്ന് വെച്ചാൽ ഒരു അനലിറ്റിക്കലായിട്ടുള്ളൊരു കാൽക്കുലേഷനോട് ഒപ്പം തന്നെ ഒരു സ്വതസിദ്ധമായ ഒരു ഉൾവിളിയും കൂടെ അതിന് ഉള്ളിലുണ്ട്. അതുകൊണ്ടാണല്ലോ എല്ലാവർക്കും എന്താ പറയുക, വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ പോകുമ്പോഴും ചിലപ്പോൾ ബിസിനസ്സുകളിൽ വലിയ വലിയ കമ്പനികളിൽ വലിയ വലിയ ബ്രാൻഡുകളൊക്കെ ചിലപ്പോൾ നഷ്ടങ്ങളിൽ പോകുന്നത് കണ്ടിട്ടില്ലേ. അവരൊക്കെ വ്യവസ്ഥാപിതമായ മാർഗങ്ങൾ, മാനേജ്മെൻറ്റ് തന്ത്രങ്ങളിൽ കൂടെ പോകുന്നതാണ്. പക്ഷേ എന്നിട്ടും ചിലപ്പോൾ അവർക്ക് പരാജയങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അശ്വതി നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹവും അതാണ്, അവർക്ക് ഇതൊക്കെ മുൻകൂട്ടി കാണാനുള്ളൊരു കഴിവ് അവർക്കുണ്ട്. അപ്പോൾ അവരതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം കേട്ടോ. ഇനി അതായത് നമ്മളൊരു വേറൊരു കാര്യം പറയുന്നത് കൊണ്ട്, അതുപോലെ പ്രശ്നങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ അവയെ തിരിച്ചറിയുക എന്നുള്ളതാണ് അല്ലെ. അതിനുവേണ്ടി കരുതിയിരിക്കുക, പ്രൊവാക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെയാണ്. ഇനി അതിൻ്റെ പ്രചോദനം നമ്മൾ പറയുകയാണെങ്കിൽ രാമായണത്തിലെ ഹനുമാന്റെ ലങ്കയിലേക്കുള്ളൊരു കുതിപ്പ് ഓർക്കുക. തൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും കരുത്തിനെക്കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു, മനസ്സിലായില്ലേ. അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് ഈ കാര്യം ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് അദ്ദേഹം ലങ്കയിലേക്ക് കുതിച്ചത്. അല്ലാതെ അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു അദ്ദേഹം കടലിൽ നടുക്ക് വീണു പോവില്ല, അതിനുള്ള പവർ എനിക്ക് ഉണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞത് മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം പുറപ്പെട്ടത്. അതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങൾ. അപ്പോൾ ജൂൺ മാസത്തിൽ കരിയർ വലിയൊരു കുതിരിന് തയ്യാറെടുക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം ഹനുമാൻ്റേതുപോലെ ദൃഢമായിരിക്കണം എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ കേട്ടോ. ഓക്കെ. സാമ്പത്തികമായ ഒരു സ്ഥിതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാമ്പത്തികമായ സ്ഥിരതയുണ്ടാകുന്ന ഒരു മാസമാണെങ്കിലും ആരോഗ്യ കാര്യങ്ങൾക്കോ വീട് നന്നാക്കാനോ ഒക്കെ ആയിട്ട് ചിലവുകളൊക്കെ നിങ്ങൾക്ക് വർദ്ധിച്ചേക്കാം. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പെട്ടെന്നുള്ള ആവേശം കൊണ്ട് നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്തരുത്. മറ്റുള്ളവർക്ക് പണം കൊടുക്കുവാനോ വാങ്ങാനോ ഇഷ്ടപ്പെടാത്ത നിങ്ങളുടെ സ്വഭാവ ഗുണം ഈ മാസം മുറുകെ പിടിക്കുക. അതാണ് സംഭവം. നിങ്ങൾക്ക് പൊതുവേ തന്നെ മറ്റുള്ളവർക്ക് ഈ പണം കൊടുക്കാനോ കടം വാങ്ങാനോ ഒന്നും നിങ്ങൾക്ക് പൊതുവെ ഇഷ്ടമുള്ള ആളല്ല. അപ്പോൾ ആ ഒരു നിങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ ഈ മാസം തീർച്ചയായിട്ടും മുറുകെ പിടിക്കുക. കാരണം നിങ്ങൾ ചിലപ്പോൾ കടം കൊടുത്താൽ ചിലപ്പോൾ കിട്ടാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നേക്കാം. അതുമാത്രം നിങ്ങൾ കൊടുക്കുന്ന ആളുകൾ നിങ്ങളുടെ ശത്രുക്കളായി മാറാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തിനാണ് അതിന് പോകുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതേക്കുറിച്ച് ആലോചിച്ചതിന് ശേഷം മാത്രം അത്തരം കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നതാണ്. അതുപോലെ ആവേശം കൊണ്ട് ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് എന്തെങ്കിലുമൊക്കെ നിക്ഷേപങ്ങൾ നടത്തുന്നത് അത് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുക കേട്ടോ. പെട്ടെന്ന് കയറി നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് അന്വേഷിച്ചതിന് ശേഷം ചെയ്യുക. അതായത് അവസരങ്ങൾ യഥാർത്ഥത്തിൽ സൂര്യോദയം പോലെയാണ് അല്ലേ. അതായത് സൂര്യോദയം നമ്മൾ കാണാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ അസ്തമയം കാണാമെന്ന് വിചാരിച്ചിരുന്നാൽ നിങ്ങൾ ആ സമയത്ത് കൃത്യസമയത്ത് പോയി നോക്കി നിൽക്കണം. കുറച്ച് വൈകിപ്പോയാൽ നിങ്ങൾക്കത് നഷ്ടപ്പെട്ടു പോകും, കാണാൻ പറ്റില്ല അല്ലേ.
അപ്പോൾ നിങ്ങൾ സാമ്പത്തികമായ ശരിയായ സമയത്തിനായിട്ട് കാത്തിരിക്കുക എന്നുള്ളതാണ്. ആ കൃത്യമായ സമയത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക, അതിന് എല്ലാത്തിനെ കുറിച്ച് അന്വേഷിച്ചതിന് ശേഷം മാത്രം നിക്ഷേപിക്കുക എന്നുള്ളതാണ് ഈ മാസത്തെ എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഇനി കുടുംബവും അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ, ചെറിയ അഹംഭാവങ്ങൾ എന്ന് വെച്ചാൽ ഈഗോ കാരണമുള്ള തർക്കങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായേക്കാം. എന്നാൽ അശ്വിനി ദേവന്മാരുടെ ദൈവിക വൈദ്യന്മാരാണല്ലോ അവർ, സ്വാധീനമുള്ളതിനാൽ കുടുംബത്തിലെ പഴയ പിണക്കങ്ങൾ തീർക്കുവാനും ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനും ഒക്കെ നിങ്ങൾക്ക് ഈ മാസം തീർച്ചയായിട്ടും സാധിക്കും. അതായത് നിങ്ങൾ ഈ ഫാമിലി ലൈഫിലൊക്കെ ഹസ്ബൻഡ് വൈഫ് ഒക്കെ ആയിട്ടുള്ള ഈഗോ കാരണമുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ ചെറിയ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ മുൻകൂട്ടി കണ്ടുവച്ചിരിക്കുക. അപ്പോൾ അതിനുള്ള സാഹചര്യം വരുമ്പോൾ തന്നെ അത് ഒഴിവാക്കി വിടുക എന്നുള്ളതാണ് നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നിലനിർത്താനുള്ള ഏറ്റവും നല്ലൊരു മാർഗം. എന്നാൽ നിങ്ങൾക്ക് ഈ ദൈവിക വൈദ്യന്മാരാണല്ലോ അശ്വിനി ദേവം, അവരുടെ ഒരു സ്വാധീനം ഉള്ളതിനാൽ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ പഴയ പിണക്കങ്ങളൊക്കെ തീർക്കാനും ബന്ധങ്ങൾ ഊട്ടിയുറപ്പാക്കാനുള്ള ഒരു അവസരം വന്നു ചേർന്നു. ഉദാഹരണത്തിന് നിങ്ങളുടെ കുടുംബത്തിലോ മറ്റോ ഉള്ള ആരെങ്കിലും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പിണക്കങ്ങളിലോ ഒക്കെ ഇടപെടാനും അത് രമ്യമായിട്ട് പരിഹരിക്കാനും രണ്ടുപേർക്ക് അമിക്കബിൾ ആയിട്ടുള്ള രീതിയിൽ അതിനെ സോൾവ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഈ മാസം ഉണ്ട്. അപ്പോൾ അതിനുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ ഇടപെട്ട് അത് പരിഹരിച്ചു കൊടുക്കുക. സമാധാനം ലോകത്തുണ്ടാവട്ടെ എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. അതായത് ഈ മഹാഭാരതത്തിലെ നമ്മളൊരു കാര്യം നോക്കുകയാണെങ്കിൽ, ഈ പാണ്ഡവരുടെ കരുത്തെന്ന് എന്ന് പറയുന്നത് അവരുടെ ഐക്യമായിരുന്നു. അവർ ഐക്യത്തിൽ നിന്നുകൊണ്ടാണ് അവർ കരുത്തം ഉണ്ടായത്. അതായത് നകുലനും സഹദേവനും അശ്വനി ദേവന്മാരുടെ പുത്രന്മാരാണല്ലോ അവർ രണ്ടുപേരും. അവരുടെ സാന്നിധ്യം അവരുടെ വിജയത്തിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവരൊരു ഹീലിംഗ് പവറാണ് ശരിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് നിങ്ങൾ ഈ കുടുംബത്തിലെ സമാധാനം ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും നിങ്ങൾ. ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾ തമ്മിലുള്ള എന്തെങ്കിലും ചെറിയ വഴക്കുകളൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ മറ്റ് സഹോദരങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും വഴക്കുകളൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുടുംബത്തിലെ നിങ്ങളുടെ സുഹൃത്തിൻ്റെ കുടുംബത്തിലെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് സുഹൃത്തുക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ അതിലൊക്കെ ഇടപെടാനും അത് പരിഹരിക്കാനും ഒക്കെ നിങ്ങൾക്ക് ഈ മാസം ഒരു സാധ്യതയുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. ഇനി ആരോഗ്യത്തെ പറ്റി പറയാൻ, പൊതുവെ ഊർജ്ജസ്വലരായിരിക്കുമെങ്കിലും വായു സംബന്ധമായ ബുദ്ധിമുട്ടുകളോ അമിത ജോലി കാരണം തളർച്ചയോ ഒക്കെ ഉണ്ടായേക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓഫീസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് അവിടെ ജിമ്മൊക്കെ ഉണ്ടെങ്കിൽ വ്യായാമം ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ബാത്റൂമിൽ പോകാനും ഒന്നും മറന്നു പോകരുത്. അത് നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം കേട്ടോ. അത് നിങ്ങൾ വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചോളൂ. അതുപോലെ വായു സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അത് വായു സംബന്ധമായ പ്രശ്നം ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വിവാഹങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണല്ലോ ഇപ്പോൾ. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ സൽക്കാരങ്ങളോ റിസപ്ഷനുകളോ ഒക്കെ പോകുമ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കഴിക്കുക നല്ലതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതിന് സംബന്ധമായിട്ട് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം കേട്ടോ. അപ്പോൾ ഈ അശ്വതി എന്ന് പറഞ്ഞാൽ ഒരു പ്രാണന്റെ നക്ഷത്രമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്വസന വ്യായാമങ്ങൾ നിങ്ങളുടെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ തീർച്ചയായിട്ടും സഹായിക്കും കേട്ടോ. അതുപോലെ അമിതമായ ആയാസം ഒഴിവാക്കി ലഘുവായ വ്യായാമങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ പൊതുവേ തന്നെയും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ വ്യായാമത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എല്ലാവരും പൊതുവേ ഞാൻ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്തൊക്കെയാണ് ആളുകൾ വളരെ വില കൂടിയ സൈക്കിളൊക്കെ മേടിക്കും, അല്ലെങ്കിൽ ഒരുപാട് പോയിട്ട് ജിമ്മിലൊക്കെ ചേരും. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇവർ ആവേശത്തിന് അതൊക്കെ അങ്ങ് മേടിക്കും, വളരെ വില കൂടിയ എക്സസൈസ് ഉപകരണങ്ങളൊക്കെ മേടിക്കുന്നു അല്ലേ. അങ്ങനെ മേടിച്ചിട്ട് അവസാനം എന്ത് സംഭവിക്കുന്നു, ഒന്നോ രണ്ടോ ആഴ്ച ചെയ്യുന്നു, പിന്നീട് അതിലുള്ള താല്പര്യം നഷ്ടപ്പെട്ടു പോകുന്നു, പിന്നീട് ആ സൈക്കിളൊരു മൂലക്കിടുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആ ജിമ്മിൽ പോയിട്ട് പിന്നെ അവസാനം അവിടെ നിങ്ങൾ വീണ്ടും പോകാതാവുന്നു എന്നൊക്കെ. മിക്കവാറും ജിമ്മിൽ ഉള്ള കാര്യം വെച്ചാൽ ഈ ജോയിൻ ചെയ്യുന്നവരുടെ ഫീസാണ് അവിടുത്തെ വലിയ വരുമാനം, ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ആ ആവേശം പിന്നീട് അവർക്ക് അങ്ങോട്ട് കാണുന്നില്ല. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് വ്യായാമമൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ പൊതുവേ ചെയ്യേണ്ടത് സത്യത്തിലൊരു യോഗ മാറ്റോ അതുപോലുള്ള ഒരു സാധനം മേടിച്ചാൽ മതി സത്യത്തിൽ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അടിസ്ഥാനപരമായിട്ട് പല വ്യായാമങ്ങളും നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാവുന്ന പല വ്യായാമങ്ങളും ഉണ്ട് യഥാർത്ഥത്തിൽ. അതൊക്കെ യൂട്യൂബിലൊക്കെ ധാരാളം ലഭ്യമാണ്. അപ്പോൾ അത് നമ്മൾ റെഗുലർ ആക്കുക എന്നുള്ളതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. അത് ചെയ്യാൻ കഴിയുമെങ്കിൽ പിന്നീട് നമുക്ക് ജിമ്മിലൊക്കെ പോകേണ്ടി വരും കേട്ടോ. കാരണം നിങ്ങൾ ഒരു പ്രത്യേക ലക്ഷ്യത്തിലുള്ള എന്തെങ്കിലും ഒരു ഫിസിക്കലായിട്ടുള്ള നിങ്ങൾ എന്തെങ്കിലും ഒരു സ്പോർട്സിലൊക്കെ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഈ ബോഡി ബിൽഡിങ് അങ്ങനത്തെയുള്ള ശരീര ഭാരോദ്വഹനം അങ്ങനത്തെയുള്ള സ്പോർട്സിലൊക്കെ ഉള്ള ആളുകൾ, അവർക്കൊക്കെ തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള ഒരു പരിശീലകന്റെ നേതൃത്വത്തിൽ ഒരു ശിക്ഷണത്തിലുള്ള കൃത്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പരിശീലനം അവർക്ക് ആവശ്യമുണ്ട്. കാരണം അവരുടെ കൃത്യമായ
മസിലുകൾ അത് മാത്രം വികസിപ്പിച്ചെടുക്കുക, വേണ്ടാത്ത മസിലുകളുടെ വലിപ്പം കുറയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സ്പോർട്സിലൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഒരു സാധാരണ മനുഷ്യന് ആരോഗ്യം പാലിക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ജിമ്മിൽ പോകേണ്ടവർക്ക് പോകാം. പക്ഷെ അതൊരു മാൻഡേറ്ററി ഒന്നും അല്ല കേട്ടോ. നമ്മൾ ഈ ഞാൻ പറഞ്ഞില്ല, ഒരു യോഗ മാറ്റോ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു മേടിച്ച് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന, ഒരു രൂപ പോലും മുടക്കില്ലാതെ നമുക്ക് അത്രയും പെട്രോളോ അല്ലെങ്കിൽ ഇന്ധനമോ കത്തിച്ച് നമ്മൾ പോകേണ്ട ആവശ്യമില്ല അല്ലേ. അല്ലാതെ തന്നെ റോഡിലെ ട്രാഫിക്കൊക്കെ ഒഴിവാക്കാം, അല്ലാതെ തന്നെ ചെയ്യാനും കഴിയും എന്നാണ് ഞാൻ പറഞ്ഞത്. ആ താല്പര്യമുള്ളവർക്ക് പോയിക്കൊള്ളുക, അത്രേ ഉള്ളൂ സംഭവം കേട്ടോ. അപ്പോൾ അത്രയും ലഘുവായ വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഇനി ചെയ്യാവുന്ന കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ പുതിയ തുടക്കങ്ങളൊക്കെ ചെയ്യാം. ജൂൺ 11, 12 തീയതികളൊക്കെ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വളരെ ഉത്തമമായൊരു ദിവസമാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ പുതിയ ആരോഗ്യശീലങ്ങളോ ചികിത്സകളോ ഒക്കെ തുടങ്ങാൻ നല്ല സമയമാണ് നിങ്ങൾക്ക്. അതായത് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ എന്തെങ്കിലും വ്യായാമമോ യോഗയോ ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു സമയമാണ് ഈ ജൂൺ 11, 12 തീയതികളൊക്കെ. അതുപോലെ തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പം ഒരു എംപ്ലോയിഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ സ്കിൽ സെറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് സർട്ടിഫിക്കേഷനുകൾ അതൊക്കെ എടുക്കുക. അതൊക്കെ നിങ്ങളുടെ എന്താ പറയുക, ഇത്തരം നിങ്ങളുടെ ജോബ് അന്വേഷിക്കുന്ന സൈറ്റുകളിലൊക്കെ അത് അപ്ലോഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് നല്ല ഉയർന്ന ഒരു ജോലിയിലേക്ക് എത്താൻ സഹായിക്കുമല്ലോ. അപ്പോൾ അതിനൊക്കെ ഒരു പറ്റിയ സമയമാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ ബുദ്ധി ഇപ്പോൾ അതീവ മൂർച്ചയുള്ള ഒരവസ്ഥയിലാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിക്കാനൊക്കെ ചേർന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നല്ലോണം ചെറിയ കോഴ്സിനൊക്കെ ചേർന്നാൽ പഠിക്കാൻ പറ്റുമെന്നൊരു സമയം കൂടിയാണ് നിങ്ങൾക്ക്. അപ്പോൾ അത് നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇനി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. എടുത്തുചാട്ടം, അതാണ് ഒരു പ്രധാനപ്പെട്ട. നിങ്ങൾക്ക് ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഇത്തിരി കോപം കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നുള്ള ദേഷ്യത്തിൽ നിങ്ങൾ ജോലി ഉപേക്ഷിക്കുകയോ ഒന്നും ചെയ്യരുത് കേട്ടോ. അത് കാരണം അറിയാമല്ലോ, ഇപ്പോഴത്തെ കാലത്തെ പ്രത്യേകിച്ച് IT മേഖലയിലൊക്കെ ധാരാളം പ്രഷർ വരുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. പ്രത്യേകിച്ചും കോമ്പറ്റീഷൻ വളരെ ഹൈ ആയതുകൊണ്ടും ഒക്കെ മിക്ക കമ്പനികളിലും വളരെയധികം ഹൈ പ്രഷറാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ്. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നുള്ള ഒരു ദേഷ്യത്തിലൊക്കെ നിങ്ങൾ ജോലി വലിച്ചെറിയുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്. അതിനുള്ള ഒരു സമയമല്ല ഇപ്പോൾ ഇത്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റൊരു ജോലി കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ജോലി രാജിവെക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കാവൂ. കാരണം നിങ്ങൾ പുറത്തിറങ്ങി നിന്നാൽ അടുത്ത ജോലി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. പ്രത്യേകിച്ച് ഹ്യൂമൻ റിസോഴ്സിലൊക്കെ ഇന്ത്യയിൽ അങ്ങനെയാണ് പൊതുവേ. പക്ഷേ വിദേശത്ത് അത് അത്ര വലിയ കുഴപ്പമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ആളുകൾ ഇടയ്ക്ക് ബ്രേക്കൊക്കെ എടുക്കാറുണ്ട്. മാത്രമല്ല അവിടെയൊക്കെ ഏജ് ഒരു പ്രശ്നമായിട്ട് അവിടെ കാണപ്പെടുന്നില്ല. അങ്ങനെയാണ് പൊതുവെ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ. ഈ വലിയ ലേറ്റായിട്ടുള്ള ഏജുകളിലൊക്കെ ആളുകൾ പഠിക്കാനും ഒക്കെ പോകാറുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോഴും ആ ഒരു കൾച്ചർ അത്രയ്ക്ക് അങ്ങോട്ട് വന്നിട്ടില്ലാത്ത ഒരു കാരണം കൊണ്ടാണ് നമ്മൾ പുറത്ത് നിന്നാലും നമുക്ക് കയറാൻ കുറച്ച് അവരെ അത്ര HR കാരണം അങ്ങനെയല്ലാത്ത ആളുകൾ ഒരുപാട് ഉള്ളത് കൊണ്ടാണത് മിക്കവാറും. അപ്പോൾ അതുപോലെ ജോലി പെട്ടെന്നൊന്നും ചാടിക്കറി ഉപേക്ഷിക്കരുത് കേട്ടോ. അതുപോലെ കരാറുകളിൽ ഒപ്പിടുമ്പോൾ, നിങ്ങളുടെ ഔദ്യോഗിക രംഗത്താണെങ്കിലും നിങ്ങൾ എന്തെങ്കിലും കരാറുകളൊക്കെ ഒപ്പിടുമ്പോൾ അതിൻ്റെ ഈ സർവീസ് ലെവൽ അഗ്രിമെൻറ്റ് അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഒപ്പിടുമ്പോൾ നിങ്ങളത് മുഴുവൻ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. അത് നിങ്ങളുടെ കമ്പനിയുടെ മാൻഡേറ്റുകൾ അനുസരിച്ചിട്ടുള്ള എല്ലാ പോയിന്റുകളും നിങ്ങൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കുകയുള്ളൂ കേട്ടോ. കാരണം അത് ഈ മാസം നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ അതിൽ കാണുന്നുണ്ട്. കാരണം നിങ്ങളൊരു ചെറിയ ശ്രദ്ധക്കുറവ് വന്നാൽ അത് മുഖാന്തരം കമ്പനിക്ക് ചിലപ്പോൾ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും. കാരണം അറിയാമല്ലോ, ചില കരാറുകളിലൊക്കെയുള്ള ചെറിയ സൂക്ഷ്മ വാചകങ്ങളിലുള്ള ചെറിയ ചെറിയ പിഴവുകളൊക്കെ ചില സമയത്ത് നിയമപരമായിട്ട് വരുമ്പോൾ അത് പ്രശ്നമായിട്ട് മാറും. മാത്രമല്ല, ഒരുപക്ഷെ നിങ്ങളുടെ കമ്പനി വിദേശത്തുള്ള മിക്കവാറും IT കമ്പനികളൊക്കെ വിദേശത്താണല്ലോ അവരുടെ ക്ലയൻ്റൊക്കെ ഉള്ളത്. അപ്പോൾ വിദേശത്തെ ചില നിയമങ്ങളുമായിട്ട്, കാരണം പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ ആ ഡീവിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ അത്ര പ്രശ്നം ചിലപ്പോൾ ഉണ്ടാവത്തില്ലായിരിക്കും. പക്ഷേ അവിടുത്തെ കോടതികളിലൊക്കെ അത്തരം ചെറിയ ഡീവിയേഷനുകളൊക്കെ വലിയ പെനാൽറ്റിയൊക്കെ കിട്ടാനുള്ള ഇടയാക്കേക്കാം കേട്ടോ. ചിലപ്പം അങ്ങനെയുള്ള ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ അത്ര വലിയ പ്രശ്നമല്ലാത്ത ചില കാര്യങ്ങളൊക്കെ അവിടെ അതും വലിയ പ്രശ്നമായിരിക്കും. അപ്പോൾ അതൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ സൂക്ഷ്മമായിട്ട് ആ കരാറുകൾ നിങ്ങൾ ഔദ്യോഗിക രംഗത്തിരിക്കണം, വായിച്ചു നോക്കാൻ പറയുക. നിങ്ങളുടെ മക്കളൊക്കെ അതല്ല ജോലിക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു പോയിന്റ് അവരെ ഒന്ന് അറിയിച്ചോളൂ കേട്ടോ. അത് മുഖാന്തരം അവർക്കൊരിക്കലും ഒരു പ്രശ്നം വരാൻ പാടില്ല. അതുപോലെ അനാവശ്യമായ തർക്കങ്ങൾ കേട്ടോ. അതുപോലെ ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഞാനാണ് ശരിയെന്നുള്ള തെളിയിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് നിങ്ങൾ കുറച്ച് വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുക എന്നുള്ളത്. അതുപോലെ അമിത വേഗത, റോഡിലായാലും ജീവിതത്തിലായാലും അമിത വേഗത നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ വാഹനാപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ്. ഒരു വലിയൊരു എപ്പോഴും അല്ലെങ്കിലും ഒരു വലിയൊരു പങ്ക് അപകടങ്ങൾ ഉണ്ടാകുന്നത് ഉയർന്ന വേഗതയിൽ സഞ്ചരിക്കുന്നതുകൊണ്ടാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗത, ഈവൻ അത് വാഹനാപകടങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ഓരോ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ നിങ്ങൾ നടന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും ചിലപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നടക്കുമ്പോൾ തന്നെയാണെങ്കിലും
നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ധൃതി പിടിച്ച് നടന്ന് എവിടെയെങ്കിലും തെന്നി വീഴാനോ ഒക്കെയുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെയും നമുക്ക് പ്രശ്നങ്ങളുണ്ടാവാം. അപ്പം നിങ്ങൾ ഈ ഒരു മാസം നിങ്ങളുടെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്ന് അറിയിച്ചോളൂ. നടക്കുമോ അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴും ആ ഒരു ചെറിയൊരു എപ്പോഴും ഈ അമിതമായ വേഗത നിങ്ങൾ ഒഴിവാക്കി ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്കുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു റോഡിലാണെങ്കിലും അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇനി പരിഹാരങ്ങൾക്കായിട്ട് ഗായത്രി മന്ത്രം ജപിക്കാം. അത് മനസ്സിനൊരു വ്യക്തതയും ശാന്തിയും ഒക്കെ ലഭിക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കും കേട്ടോ. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ചാരിറ്റബിൾ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഈ ആതുര സേവനം, അതായത് രോഗികളെ സഹായിക്കുന്ന ചാരിറ്റി സംഘടനകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ദാനം നൽകുന്നു, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ചികിത്സയ്ക്ക് വേണ്ടി സഹായം കൊടുക്കുന്നതും ഒക്കെ അശ്വിനി ദേവന്മാരുടെ അനുഗ്രഹം. കാരണം അവർ വൈദ്യന്മാരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരുടെ അനുഗ്രഹം ലഭിക്കാൻ നിങ്ങൾക്ക് ഉത്തമമാണ്. അതുപോലെ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം, അതായത് നിങ്ങൾ കുതിരകളൊക്കെ ഉള്ള എന്തെങ്കിലും സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നതോ അല്ലെങ്കിൽ അതിന് ഭക്ഷണം കൊടുക്കുന്നതോ അതുപോലെ പച്ചപ്പുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിനൊരു നല്ലൊരു കുളിർമയൊക്കെ നൽകാൻ വേണ്ടി സാധ്യതയുണ്ട് കേട്ടോ. ഇനി പ്രധാനപ്പെട്ട തീയതികളിലേക്ക് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, ജൂൺ 12, 11, 12 നിങ്ങളുടെ സാമ്പത്തിക നേട്ടത്തിന് ഒക്കെ ആയിട്ട് നല്ലതാണ്. അതുപോലെ ജൂൺ 4, 21 കുടുംബപരമായ കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. ജൂൺ 15, 28 ഒക്കെ നല്ല ദിവസങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അശ്വതി നക്ഷത്രത്തിലെ പ്രശസ്തരായ ഒരാളുടെ കാര്യം ഞാൻ ആൾറെഡി പറഞ്ഞു, ബ്രൂസ്ലി. അദ്ദേഹം വേഗതയുടെയും അതേസമയം തന്നെ അച്ചടക്കത്തിൻ്റെയും പ്രതീകമാണ്. ആ വേഗത, നിയന്ത്രിതമായ വേഗത, അദ്ദേഹത്തിൻ്റെ ആ സിനിമകൾ കണ്ടാൽ മനസ്സിലാകും. വേഗത ഉണ്ട്, പക്ഷെ അത് വെറുതെ ഉള്ളൊരു വേഗതയല്ല, ഇറ്റ് ഈസ് എ കൺട്രോൾഡ് സ്പീഡ്. ഓക്കെ, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്ര നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ സാനിയ മിർസ, അപ്പോൾ അവർക്ക് എന്തുകൊണ്ടാണ് ടെന്നീസിൽ ഇത്ര വിജയങ്ങൾ എടുക്കാൻ പറ്റുന്നത്? അതാ അവരുടെ വേഗതയുണ്ട്, നിയന്ത്രണമുണ്ട്, രണ്ടും കൂടെ. നിശ്ചയദാർഢ്യത്തിൻ്റെ ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ കിങ് ചാൾസ് എന്ന് പറയുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പേര് കേട്ട ഒരു ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകളാണ് ഇതിനകത്തുള്ളത്. ഇനി ജൂൺ മാസം എല്ലാം ചേർത്ത് നമ്മൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂൺ മാസം നിങ്ങൾക്കൊരു കമ്പാഷനേറ്റ് വാരിയറുടെ ഒരു സ്ഥാനമാണ് നിങ്ങൾക്കുള്ള, ഒരു കരുണയുള്ള പോരാളി, ഞാൻ പറഞ്ഞില്ലേ, ആയിട്ട് ശോഭിക്കേണ്ട ഒരു സമയമാണ്. ഒരു കുതിരയുടെ വേഗതയും ഒരു വൈദ്യൻ്റെ ഹൃദയവും ഒരേപോലെ വേണം. എന്ന് വെച്ചാൽ ഹീൽ ചെയ്യാനുള്ള ഒരു പവറും ഉണ്ട്. ഓക്കെ, അതായത് ഗാന്ധിജി പണ്ട് ഒരിക്കൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, വേഗത കൂട്ടുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ ജീവിതത്തിലുണ്ട് എന്ന് ഓർക്കുക. ഓക്കെ, അതുപോലെ തന്നെ മാർക്ക് ട്വെയിൻ പറഞ്ഞൊരു പ്രചോദന വാചകമുണ്ട്. അതായത് മുന്നോട്ട് പോകാനുള്ള രഹസ്യം എന്ന് പറയുന്നത് കാര്യങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ്. അതായത് എന്ത് കാര്യവും നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അതിനൊരു തുടക്കം ഇട്ട് വയ്ക്കുക. മനസ്സിലായില്ലേ? അതിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. അപ്പോൾ എന്ത് കാര്യവും നമ്മൾ ആരംഭിക്കുമ്പോൾ അതിൻ്റെ തുടക്കം ഇടുക. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം, ഒന്നുമില്ലാത്തതിലും നല്ലതാണ് എന്തെങ്കിലും ഉണ്ടാകുന്നതല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് നാളായിട്ട് തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നത്, അതിൻ്റെ എന്തെങ്കിലും ഒരു ചെറിയൊരു സ്റ്റാർട്ടിങ് ആയിട്ട് നിങ്ങൾ ചെയ്തിടുക. അത് അതിന് പറ്റിയൊരു സമയമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഈ മാസത്തെ നിങ്ങളുടെ ഫലങ്ങൾ പൊതുവായിട്ട് ഉള്ളത്. ഇനി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. നിരവധി പ്രേക്ഷകരെ അവരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള വിശകലനങ്ങൾക്കായിട്ടും മറ്റും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ തീർച്ചയായിട്ടും കഴിവതും വേഗം അതിനെല്ലാം മറുപടി വിശദമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. എന്നാൽ ചില പ്രേക്ഷകർ അതിനുള്ളൊരു ഇമെയിൽ സംവിധാനം കൂടി ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു അവരുടെ പ്രശ്നങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ കൊടുക്കുമ്പോൾ മറ്റുള്ളവരത് കാണുന്നതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെയോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെയോ നിങ്ങളുടെ ബന്ധുക്കളുടെയോ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മദിനം, ജനന സമയം, അതുപോലെ ജനിച്ച സ്ഥലം, അതുപോലെ എന്താണ് പരിശോധിക്കേണ്ട വിഷയം എന്നിവ ഈ സ്ക്രീനിൽ കാണുന്ന ഇമെയിലിലേക്ക് നിങ്ങൾ ഇമെയിൽ അയച്ചാൽ മതി കേട്ടോ. ഇമെയിലായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് മറുപടി തരാം കേട്ടോ. അതല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ തന്നെ ഇട്ടാലും മതി. ഞാനത് പരിശോധിച്ച് എത്രയും വേഗം കഴിവടി തീർച്ചയായിട്ടും ഞാൻ മറുപടി നൽകുന്നതാണ് കേട്ടോ. ഇതെല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവർക്കും സന്തോഷകരമായൊരു ജീവിതം ആശംസിക്കുന്നു.